ജയസൂര്യക്കെതിരെയായി കേസ് മുറുകുന്നു. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ തിരുവനന്തപുരത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ജയസൂര്യക്കെതിരെയായി. കുറേ ദിവസം കൊണ്ട് ഈ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. 2018 ജയസൂര്യ ബാലേന്ദ്ര മേനോൻ്റെ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ തിരുവനന്തപുരത്ത് വന്നു. അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ തിരുവനന്തപുരത്ത് നടന്നു. സെക്രട്ടേറിയറ്റിലായിരുന്നു ഭൂരിപക്ഷം ഷൂട്ടിങ്ങുകൾ. സെക്രട്ടേറിയറ്റിലെ അവിടുത്തെ ഷൂട്ടിംഗ് സമയത്ത് അതിൻ്റെ ഒരു നടിയെ ആ ഡ്രസ്സിങ് റൂമിലോ അല്ലെങ്കിൽ റെസ്റ്റ് റൂമിലോ അല്ലെങ്കിൽ ബാത്റൂമിലോ പോകുന്ന വഴിക്ക് വെച്ച് ജയസൂര്യ പിന്നിൽ നിന്ന് കയറി പിടിക്കുകയും അവരെ ചുംബിക്കുകയും ചെയ്തു എന്നാണ്. ആ ഒരു വാർത്ത കുറേ ദിവസം കൊണ്ട് വന്നു. അതിനിപ്പം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സംഭവത്തിന് പോലീസ് തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് തെളിവുകൾ എടുക്കുമ്പോൾ ബാലേന്ദ്ര മേനോനെ ചോദ്യം ചെയ്യേണ്ട സ്വാഭാവികം. ബാലേന്ദ്ര മേനോനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലെ അവിടുത്തെ PRD ആയിരിക്കണം, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കണം അവിടെ ഷൂട്ടിങ്ങിനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത്. അതിനുള്ള പേയ്മെൻ്റ് ഉണ്ടാവും. അത് PRDയിലെ എത്ര ദിവസം ഷൂട്ടിങ്ങിന് കൊടുത്തു, സെക്രട്ടേറിയറ്റിൻ്റെ ഏത് ഭാഗത്തുമാണ് ഷൂട്ടിങ്ങിന് ലൊക്കേഷൻ ആയിട്ട് കൊടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തെളിവുണ്ടാവും. അവർ നടിയെ പിടിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഏരിയ ഈ ലൊക്കേഷന് വേണ്ടി കൊടുത്ത സ്ഥലമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ ഒരു സംഭവം 354 IPCയിലെ പരിധി വരുന്നതാണ്. അത് 354A വരാം. 354 ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അവരെ ബോഡി കയറി പിടിച്ച് അവരെ ചുംബിച്ചു എന്നൊക്കെ പറയുമ്പം 3 വർഷം വരെ ശിക്ഷിക്കുകയും ചെയ്യും, ജാമ്യം കിട്ടാത്ത വകുപ്പുമാണ്. അത് തന്നെയല്ല, അതിനകത്ത് പിന്നീട് എന്തുണ്ടായി എന്ന് നമുക്കറിയില്ല. ആ നടി അതിശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. വേറെ പലരുടെയും പേരിൽ ഇതേ രീതിയിലുള്ള ആക്ഷേപം, അവർക്കുണ്ടായ അനുഭവങ്ങൾ വേദനയോടെ അവർ പറഞ്ഞിട്ടുണ്ട്. സധൈര്യം അവരിപ്പോൾ മുന്നോട്ട് മൊഴി കൊടുക്കാൻ റെഡിയായിട്ട് വന്ന് മൊഴി കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ജയസൂര്യക്കെതിരായി മറ്റൊരു പരാതിയും കൂടെ വന്നിട്ടുണ്ട്. 2013 തൊടുപുഴയിൽ വെച്ച ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ചെന്നപ്പം ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി അവരെ കയറി പിടിച്ചു എന്നുള്ളതാണ്. ആ ലൊക്കേഷനിൽ അവിടെ ഒരു ഹാളിനോട് ചേർന്ന് ബാത്റൂമിൽ ഇവർ പോയി. തിരിച്ചു വരുമ്പം പിന്നിൽ നിന്ന് ഇവരെ കയറി പിടിച്ചു. അത് തീർച്ചയായിട്ടും 506, 509 IPCയുടെ പരിധി വരും. 7 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കാവുന്ന കുറ്റം തന്നെയാണ്. അപ്പം 354 കൂടെ 506, 509 IPC കൂടെ വന്നു കഴിഞ്ഞാൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായി മാറും. അത് ലോവർ കോടതിയിൽ നിന്ന് ഒരിക്കലും ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയില്ല. ഈ 2 കേസുകൾ ഇപ്പം അദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും പിന്നാലെ വരുന്നു എന്നാണ്. ഈ സിനിമാ നടന്മാർ പലരും ജയസൂര്യയുടെ ഓപ്പറേഷൻ രീതി കണ്ടില്ലേ, പിന്നിക്കൂടെ പോയി പിടിക്കുക, എന്നിട്ട് ചുംബിക്കുക, രണ്ടിടത്തും ഒരേ രീതിയിലുള്ള സെക്ഷൽ ആക്ഷനാണ് കാണുന്നത്. ഇനി അടുത്ത വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ബാലേന്ദ്ര മേനോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും സാക്ഷിയായിട്ട് വരും ഈ കേസിനകത്ത്. ഇങ്ങനെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ, അതിൽ ജയസൂര്യ എന്ന നടനെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നോ, ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ, ആ സിനിമയിൽ എത്ര രൂപ അദ്ദേഹത്തിന് കൊടുത്തു, എത്ര ദിവസത്തെ ഷൂട്ടിംഗ് ആയിരുന്നു,
തിരുവനന്തപുരത്ത് എവിടെയാണ് താമസിച്ചത്, ഇങ്ങനെയുള്ള എവിഡൻസുകൾ തീർച്ചയായിട്ടും പോലീസ് കളക്ട് ചെയ്യും. മലയാളത്തിലെ മിക്കവാറുമുള്ള ലീഡിങ് നടന്മാർക്കെതിരായിട്ടെല്ലാം ഓരോരോ കേസുകൾ വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ നടന്മാർക്കും തന്നെ കേസുകൾ വന്നു കഴിഞ്ഞു. മഹാനടന്മാർക്ക് എത്ര കേസ് വരുമെന്ന് ഇനി അറിയില്ല, അവരാരും രംഗത്തില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, തുടക്കത്തിലെ രഞ്ജിത്ത്, സിദ്ദിഖ്, അവരെ രണ്ടുപേരുടെയും കേസുകൾ വളരെ സ്ട്രോങ് ആണ്. രഞ്ജിത്തിനെതിരായിട്ടൊരു ഹോമോസെക്ഷൽ കേസ് കൂടെ വന്നിട്ടുണ്ട്, അതും കുറച്ച് സ്ട്രോങ് ആണ്. എന്തായാലും മലയാള സിനിമയിലെ നല്ല നടന്മാർ പലരും ഇതുപോലെയുള്ള പ്രശ്നം ചെന്ന് ചാടിയിരിക്കുന്നു. അവരുടെ മുന്നോട്ടുള്ള ലൈഫ് കുറച്ച് ക്ലേശകരമായിരിക്കും. ദിലീപിനെ നമ്മൾ കണ്ടു, നല്ല അഭിനയം കാഴ്ചവെക്കുന്ന ദിലീപ് സിനിമ. ദിലീപിൻ്റെ പല സിനിമകളും നമ്മൾ കണ്ട് ആസ്വദിച്ചിട്ടുണ്ട്, ഇന്നും ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ദിലീപ് ചെയ്ത പ്രവൃത്തി മൂലം അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് വലിയ ഭീമമായ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ടെൻഷനുണ്ട്, അദ്ദേഹത്തിന് സിനിമയുടെ ഇപ്പം മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ജീവിതത്തിൽ സാമ്പത്തികമായി തകരത്തക്ക രീതിയിലുള്ള പല പ്രശ്നങ്ങളും ഒന്നിൻ്റെ പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ദിലീപിൻ്റെ കേസിന് ഏകദേശം ട്രയൽ കഴിഞ്ഞിട്ടുണ്ട്, ആർഗ്യുമെൻറ്റിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതേ ഗതി മറ്റുള്ള നടന്മാരിലേക്കും സംഭവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വന്നിരിക്കുന്ന കേസുകളൊക്കെ സ്ട്രോങ് ആണ്, ആരും പിന്മാറത്തില്ല. ആ വാദിഭാഗം നടികളെല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് മൊഴി കൊടുക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുകയാണ് നടന്മാർക്കെതിരായി. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ മലയാള സിനിമയെ ഇവരാരുമല്ല നയിക്കുന്നത്, ഈ മഹാനടന്മാരും അല്ല നയിക്കാൻ പോകുന്നത്. പരിക്കേൽക്കാതെ നിൽക്കുന്നവരും അതോടൊപ്പം പുതിയ ചെറുപ്പക്കാരായ നടന്മാരും ഇതുപോലെയുള്ള ആക്ഷേപങ്ങളൊന്നും കൈവശമില്ലാത്ത, അങ്ങനെ ഒരു ആക്ഷേപമൊന്നും വന്നു ചേരാത്ത കുറേ നടന്മാരും നടികളും ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അവർ മലയാള സിനിമയെ ഈ മുന്നോട്ട് നയിച്ചോളും. കാരണം സിനിമ മലയാളികളുടെ ഹരമാണ്. മലയാളികൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സിനിമ കണ്ടിട്ടാണ്. അതിനകത്തുള്ള നടന്മാരുടെ എല്ലാവരും നന്നായിട്ട് അവരെയൊക്കെ പ്രകീർത്തിക്കുകയും അഭിനന്ദിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടായാൽ അവരുടെ സിനിമ കാണാൻ ആളുണ്ടാവില്ല, അവരുടെ സിനിമ എല്ലാം 10 നില പൊട്ടും, അവർക്ക് പൊതുജന മധ്യത്തിൽ കൂടെ നടക്കാനും കഴിയില്ല. അപ്പം ഇപ്പം ജയസൂര്യക്ക് 2 കേസായി, അടുത്ത കേസ് കൂടെ വരുന്നു എന്നാണ് മനസ്സിലാകുന്നത്.